വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഞാൻ മീഷോന്ന് വാങ്ങിയതിൽ എനിക്ക് പേഴ്സണലി കുറച്ച് ഇഷ്ടപ്പെട്ട ഡ്രസ്സസ് ആണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതേപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം, അതും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു പിങ്ക് കളറിലുള്ള ഡ്രസ്സാണ്. എനിക്കിതിൻ്റെ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ്. സ്ലീവ്സ് ആക്ച്വലി ചെറിയ സ്ലീവ്സ് ആണ്. ഇത് ശരിക്കും ഒരു ഓഫ് ഷോൾഡർ ഡ്രസ്സാണ്, പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ മേലോട്ട് കയറ്റിയിടാം. പിന്നെ ഇത് ഇങ്ങനെ ഒരു 3 ലെയർ പോലെയാണ് വരുന്നത് ഡ്രസ്സ്. ബാക്ക് പോർഷൻ ഫ്രണ്ടിലുള്ള അതേപോലെ തന്നെയാണ് വരുന്നത്. ഈ യോക്ക് പോർഷനിൽ ഒരു എലാസ്റ്റിക് ടൈപ്പ് ഓഫ് പാറ്റേൺ ആണ് വരുന്നത്. ആൻഡ് ഫാബ്രിക് പറയുകയാണെങ്കിൽ ഒരു കോട്ടൺ മിക്സ് ആണെന്നാണ് തോന്നുന്നത്, പക്ഷേ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഇത് എടുത്തിരിക്കുന്ന സൈസ് സ്മോൾ സൈസ് ആണ്. നമ്മുടെ നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു കുർത്ത മോഡൽ ഡ്രസ്സാണ്. നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു ഡ്രസ്സ് വരുന്നത്. ഇതേപോലെ 3/4 സ്ലീവ്സ് ആണ്. എൻഡിൽ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ബാക്ക് പോർഷൻ ഇതേപോലെയാണ്. നെക്ക് നമ്മുടെ ഒരു ആലിയ കട്ട് കുർത്തി മോഡൽ നെക്കാണ്. ആക്ച്വലി ഇത് ഡ്രസ്സാണെങ്കിലും സ്റ്റിച്ചിങ് ഒക്കെ കുറച്ചൊരു കുർത്ത ടൈപ്പ് ഓഫ് സ്റ്റിച്ചിങ് ആണ്. ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലെങ്ത് കുറവാണ്, ജസ്റ്റ് ബിലോ നീ ലെങ്ത് ആണ് എനിക്കിതിൻ്റെ ലെങ്ത് വരുന്നത്. ഫാബ്രിക് വരുന്നത് കോട്ടൺ ആണ്. ഇരിക്കുന്ന സൈസസ് മീഡിയം ആണ്, അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ലൂസാണ്. എനിക്ക് തോന്നുന്നു മീഡിയം സൈസാണ് സ്റ്റാർട്ടിങ് സൈസ്. നമ്മുടെ നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു ക്യൂട്ട് പിങ്ക് കളറിലുള്ളൊരു കുർത്തയാണ്. കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. നെക്ക് ഇതേപോലെ ഒരു കോട്ടൺ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുള്ളൊരു വീനെക്കാണ്. ബാക്കിൽ ഹൈനെക്കാണ് വരുന്നത്. ആൻഡ് ഫ്രണ്ടിലുള്ള സെയിം ലേസ് തന്നെ ത്രൂ ഔട്ട് ബാക്കോട്ടേക്കും പോകുന്നുണ്ട്. ആൻഡ് യോ പോർഷനിലായിട്ട് ഇതേപോലെ ഒരു ത്രെഡ് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. ഫ്ലെയർഡ് മോഡൽ കുർത്തിയാണ്. താഴോട്ടേക്ക് ഫുൾ പ്ലെയിൻ ആണ് വരുന്നത്. സ്ലീവ്സ് 3/4 സ്ലീവ്സ് ആണ്. ആൻഡ് സ്ലീവ്സിൻ്റെ എൻഡിൻ്റെ തൊട്ട് മേലെയായിട്ട് ഇങ്ങനെ ഒരു പാറ്റേണിലാണ് വരുന്നത്. ഇതും കോട്ടൺ മെറ്റീരിയൽ ആണ്, പക്ഷേ മെറ്റീരിയൽ കുറച്ച് തിന്നാണ്. ആൻഡ് ഇത് ഞാൻ എടുത്തിരിക്കുന്ന സൈസ് സ്മോൾ സൈസ് ആണ്. ആൻഡ് ഈ കുർത്തയ്ക്ക് ഒരു സൈഡ് മാത്രമായിട്ട് പോക്കറ്റ് ഉണ്ട്. നമ്മുടെ നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഞാൻ മുന്നേ കാണിച്ച പിങ്കിൻ്റെ ഓൾമോസ്റ്റ് സെയിം പാറ്റേണിൽ തന്നെയാണ്, പക്ഷേ കളർ ഒന്നുകൂടെ ഡാർക്ക് പിങ്ക് കളറിലാണ് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇതേപോലെയാണ്. ആൻഡ് സ്ലീവ്സ് 3/4 സ്ലീവ്സ് ആണ്. ആൻഡ് എൻഡിലായിട്ട് ഇതേപോലെ ഒരു ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ബാക്ക് പോർഷൻ ഇതേപോലെയാണ്. ഇതൊരു അനാർക്കലി മോഡൽ കുർത്തിയാണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ നന്നായിട്ട് ഫ്ലെയർ ഉണ്ട് താഴത്തേക്ക്. മെറ്റീരിയൽ വരുന്ന ഒരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ്. ഒരു ഫ്ലോയി ടൈപ്പ് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ്. ആൻഡ് ഞാൻ എടുത്ത സൈസ് സ്മോൾ സൈസ് ആണ്. നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സാണ്. ആ ഡ്രസ്സും വെച്ച് നോക്കുമ്പോൾ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഈ ഒരു ഡ്രസ്സാണ്. ആൻഡ് ഞാൻ ആദ്യം കാണിച്ച പിങ്ക് കളറിൻ്റെ അതേ പാറ്റേണിലാണ് വരുന്നത്. ഓഫ് ഷോൾഡർ ഡ്രസ്സാണ്. ആൻഡ് താഴോട്ടേക്കും ഇതേപോലെ 3 ലെയർ ആയിട്ടാണ്. ടോപ്പ് പോർഷൻ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല സ്ട്രെച്ചബിൾ ആണ്. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്രഷ്ഡ് മെറ്റീരിയൽ ആണ്, അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ ഫിറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അടിപൊളി ഫിറ്റാണ്. ആൻഡ് ഇതിൻ്റെ സ്ലീവ്സ് ഇതേപോലെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ലീവ്സ് ആയിട്ടാണ് വരുന്നത്. കുറച്ച് ലൂസ് ആയിട്ടുള്ളൊരു സ്ലീവ്സ് ആണ്. ആൻഡ് ഫ്രണ്ടിൽ ഇതുപോലെ ഒരു വൈറ്റ് വീനെക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതും ഒരു 3 ലെയർ പോലെയാണ് വരുന്നത്. ആൻഡ് എൻഡിലായിട്ട് ഇതേപോലെ ഒരു ഗ്രീൻ പ്രിന്റ് വരുന്നുണ്ട്. ബാക്ക് പോർഷനിൽ മാത്രമായിട്ട് ഇങ്ങനെ എലാസ്റ്റിക് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല കറക്റ്റ് ഫിറ്റ് ആയിട്ട് നിന്നോളും. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഒരു പോളിസ്റ്റർ മിക്സ് ആണ്. ആൻഡ് ഞാൻ സൈസ് എടുത്തിരിക്കുന്നത് സ്മോൾ സൈസ് ആണ്. നെക്സ്റ്റ് വരുന്ന ഈ ഒരു സ്ലീവ്ലെസ് മാക്സി ഡ്രസ്സാണ്. ഇതിൻ്റെ ഫിറ്റും നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക്. ഫ്രണ്ടിൽ ഇതേപോലെ ഒരു റാണി പിങ്ക് ആൻഡ് ഓറഞ്ചിലൊരു പ്രിന്റ് വരുന്നുണ്ട്. ആൻഡ് ബാക്കിലായിട്ട് ഇതേപോലെ ഒരു എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സ് ത്രൂ ഔട്ട് ഇതേപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതൊരു കാഫ് ലെങ്ത് വരെ ഉണ്ടാവും ലെങ്ത് വരുന്നത്. എൻഡ് ഇതേപോലെ പ്രിന്റ് ആണ്.
ഇതിൻ്റെ സൈസും ഞാൻ എടുത്തിരിക്കുന്നത് സ്മോൾ സൈസാണ്. മെറ്റീരിയൽ വരുന്ന ഒരു ക്രീപ്പ് മെറ്റീരിയൽ ആണ്, പക്ഷേ കുറച്ച് താഴോട്ടേക്ക് ലൂസ് ആയതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടോപ്പാണ്. ഇതൊരു റാണി പിങ്ക് കളറിലാണ് ഈ ടോപ്പ് വരുന്നത്. ഫുൾ സ്ലീവ് ആയിട്ടാണ്, ഒരു ഷർട്ട് മോഡൽ ടോപ്പാണ്. ഫ്രണ്ടിൽ ഇതേപോലെ നമ്മൾ ക്രോഷി ടോപ്പിലൊക്കെ വരുന്ന പോലത്തെ ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് ഇതേപോലെയാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്ന ഒരു കോട്ടൺ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ആൻഡ് ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിരിക്കുന്നത് എക്സ്ട്രാ സ്മോൾ ആണ്. ഇതിൻ്റെ കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ചിക്കൻ കാരി കുർത്തിയാണ്. വൈറ്റിൽ ഒരു ബ്ലാക്ക് ത്രെഡ് വർക്ക് വരുന്ന പോലെയാണ് വരുന്നത്. നെക്ക് ഇതേപോലെ ഒരു കോളർ വരുന്നുണ്ട്. സ്ലീവ്സ് ഇതേപോലെ ഫുൾ സ്ലീവ് ആണ്. എന്നിട്ട് എൻഡിൽ ഇതേപോലെ ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷനിലും ത്രൂ ഔട്ട് ഇതേപോലെ ബ്ലാക്ക് ത്രെഡിനെ കൊണ്ടുള്ള എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ അവർ ഇതേപോലത്തെ ഒരു വൈറ്റ് ഇന്നർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഭയങ്കര ട്രാൻസ്പാരൻ്റ് ആണ്, അതുകൊണ്ട് ഞാൻ ഒരു ബ്ലാക്ക് ഇന്നറാണ് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്തത്. പിന്നെ നെക്സ്റ്റ് ടോപ്പ് വന്നിട്ട് ഈ ഒരു ടോപ്പാണ്. എനിക്ക് ആക്ച്വലി ഇതിൻ്റെ കളറാണ് ഇഷ്ടപ്പെട്ടത്. കുറച്ച് ഒരു റെയർ ആയിട്ടുള്ളൊരു കളർ പോലെ തോന്നി. ആൻഡ് ഇതിൻ്റെ സ്ലീവ്സ് ഇതേപോലെയാണ് വരുന്നത്. എൻഡിൽ ഇങ്ങനെ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ത്രൂ ഔട്ട് ടോപ്പ് പ്ലെയിൻ ആണ്, പക്ഷേ ഈ എൻഡിൽ മാത്രം ഞാൻ നേരത്തെ പിങ്ക് കാണിച്ച പോലെ ഒരു ത്രെഡ് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. ബാക്ക് ഫുള്ള് പ്ലെയിൻ ആണ് വരുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ മിക്സ് മെറ്റീരിയൽ ആണ്. നല്ല കംഫർട്ടബിൾ ആണ്. ഒരു ലൂസ് ഫിറ്റ് ആയിട്ടാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിരിക്കുന്നത് സ്മോൾ സൈസ് ആണ്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഡ്രസ്സാണ്. ഒരു റസ്റ്റ് ഓറഞ്ച് ഷെയ്ഡിലാണ് വരുന്നത്. ആൻഡ് ഫ്രണ്ടിൽ ലോ പോർഷനിൽ ത്രൂ ഔട്ട് ഇങ്ങനെ ഒരു ബ്ലാക്ക് എംബ്രോയിഡറി വരുന്നുണ്ട്. പഫ് സ്ലീവ്സ് ആണ് വരുന്നത്. സ്ലീവ്സിലും തന്നെ ത്രൂ ഔട്ട് ഇതേപോലെ ബ്ലാക്ക് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. ബാക്ക് ഇതേപോലെ ഫുൾ പ്ലെയിൻ ആണ്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് സൈസ് വരുന്നത് തന്നെ മീഡിയം ആണ്, അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല ലൂസാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ സൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒന്ന് ഓർഡർ ചെയ്യേണ്ടി വരും. ഇതിൻ്റെ മെറ്റീരിയലും വരുന്നത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ മിക്സ് മെറ്റീരിയൽ ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സായിട്ടൊന്ന് ഷെയർ ചെയ്യുക. എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.